പ്രിയപ്പെട്ട മട്ടന്നൂർ അംഗം VK സനോജ് സമുദായത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ സർക്കാർ എല്ലാ വിഭാഗത്തെയും, ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രമല്ല സർ, എല്ലാ സമുദായത്തെയും ചേർത്തു പിടിച്ച ഒരു സർക്കാരാണ്. പട്ടികവർഗ വിഭാഗത്തിനായി 859.48 കോടി രൂപയാണ് ഈ സർക്കാർ നീക്കിവെച്ചത് സർ. അത് മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിന് 3979.32 കോടി രൂപയാണ് ഈ സർക്കാർ നീക്കിവെച്ചത് സർ. ന്യൂനപക്ഷങ്ങളെ കഴിഞ്ഞ 10 കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന സർക്കാർ കഴിയൊഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കൈനിറയെ പദ്ധതികളാണ് കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കുള്ള എല്ലാ സ്കോളർഷിപ്പുകളും വെട്ടിക്കുറക്കുകയല്ല, വെട്ടിമാറ്റിയപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി റിസർച്ച് ഫെലോഷിപ്പും ഓവർസീസ് സ്കോളർഷിപ്പും പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് സർ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർ. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പക്ഷെ ഒരു ടാക്സും പുതുതായി ഈ സർക്കാർ ജനങ്ങളുടെ തലയിൽ ചുമത്തിയില്ല. ടാക്സ് ഇമ്പോസിഷൻ അല്ല, ടാക്സ് അഡ്മിനിസ്ട്രേഷനാണ് ഈ സർക്കാരിന്റെ നയം എന്ന് കേരളത്തിന് ധനകാര്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിന് കേട്ടുപരിചയമില്ലാത്ത പദങ്ങളാണ് സർ ഇതൊക്കെ. വ്യവസായ മേഖലയ്ക്ക് കൈനിറയെ പണമാണ് ഈ സർക്കാർ അനുവദിച്ചത്. എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം? വ്യവസായ മേഖലയിൽ പൊതുമേഖലകൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. സ്വകാര്യം എന്നൊരു വാക്ക് പോലും ബജറ്റിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടായില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത് സർ, ആരാണിത് പറയുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും വിറ്റ് തുലച്ചവരല്ലേ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കൂട്ടർ? നിങ്ങൾ അടച്ചുപൂട്ടിയില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ? നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മെഷീനുകൾ പൊളിച്ചു വിറ്റു സർ. കേരളത്തിൽ കഴിഞ്ഞ സ്പിന്നിംഗ് മിൽ, മലപ്പുറത്തെ സ്പിന്നിംഗ് മില്ലിലെ മെഷീനുകളടക്കം നിങ്ങൾ പൊളിച്ചു വിറ്റതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ കേരളം ഭരിക്കുന്ന ഈ സർക്കാർ വ്യവസായ മേഖലക്ക് 1115.48 കോടി രൂപയാണ് നീക്കിവെച്ചത്. മാത്രമല്ല, കേരളത്തിലെ പ്രിയങ്കരനായ വ്യവസായ മന്ത്രി കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അതിനായി ഒരു ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ രൂപീകരിക്കാൻ പോവുകയാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, കേരളത്തിൽ ഇനി ഒരു ആന്തൂരിലെ സാജന്മാർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അവർക്ക് അനുകൂലമായ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇവർ പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നത്, സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് ഇവർ പറഞ്ഞു. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് അവർക്ക് സഞ്ചരിക്കാൻ പ്രചോദനമായ പ്രിയദർശിനി പദ്ധതിയല്ലേ സർ യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി? എൻ്റെ നാട്ടിലെ 4 സ്ത്രീകൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് നിന്ന്, മാഡം, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് നിന്ന് അവർ ഗവിയിലേക്ക് KSRTC-യിൽ പോയി ഗവി കണ്ട് തിരിച്ചു വന്നു. അവർ യാത്ര ചെയ്യട്ടെ, അതല്ലേ സ്ത്രീ സുരക്ഷാ പദ്ധതി? സ്ത്രീകളുടെ സേവിങ്സിൽ, തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സേവിങ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അവർക്ക് സേവിങ്സ് കൂട്ടാൻ, അത് കേരളത്തിന്റെ സമ്പദ്ഘടനക്ക് സഹായകരമാകാൻ ഇത് വലിയ രീതിയിൽ പ്രയോജനപ്പെടുമെന്ന്, അതല്ലേ സത്യത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി? ഈ പ്രിയദർശിനി പദ്ധതിയല്ലേ സത്യത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് ഞാൻ ചോദിക്കും. എന്തിനാണ് സർ ഇവർ ഈ പദ്ധതികളെ, പ്രിയപ്പെട്ട സുമോദ്, എന്തിനാണ് നിങ്ങൾ ഈ പദ്ധതികളെ എതിർക്കുന്നത്? സർ, ഒരു കുട്ടി സ്കൂൾ വിട്ട് മുത്തച്ഛൻ്റെ അടുത്ത് വന്നു. മുത്തച്ഛനോട് പറഞ്ഞു, സ്കൂളിലേക്ക് ഈ ബജറ്റിനെ കുറിച്ച്, മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല, എന്താണ് മുത്തച്ഛൻ ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? മുത്തച്ഛൻ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഇത് ഭാവിയിൽ നമുക്ക് എന്തോ ഉപകാരമുണ്ടാകുന്ന പദ്ധതികൾ അവതരിപ്പിച്ചൊരു ബജറ്റാണ് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി മുത്തച്ഛനോട് ചോദിച്ചു, എങ്ങനെയാണ് മുത്തച്ഛന് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? ബജറ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഭാവിയിൽ ഉപകാരം ഉണ്ടാവുമെന്ന് എങ്ങനെ പറഞ്ഞു, എങ്ങനെ മനസ്സിലാക്കി? മുത്തച്ഛൻ പറഞ്ഞു, ഭാവിയിൽ ഉപകാരം, ഇത് ഈ പദ്ധതികളെയൊക്കെ ഇടതുപക്ഷം എതിർക്കുന്നുണ്ട്. ഭാവിയിൽ ഉപകാരമുണ്ടാകുന്ന പദ്ധതികളെയാണ് ഇടതുപക്ഷം എതിർക്കാറുള്ളത്. അതുകൊണ്ട് ഈ പദ്ധതിയും ഭാവിയിൽ ഉപകാരമുള്ള പദ്ധതികളായിരിക്കുമെന്ന് ആ മുത്തച്ഛൻ പറഞ്ഞത് ഇന്ന് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, ഈ സർക്കാരിൻ്റെ പദ്ധതിയിൽ ഏറ്റവും, ഞാൻ അവസാനിപ്പിക്കാം, ഈ സർക്കാരിൻ്റെ പദ്ധതിയിൽ ഏറ്റവും ജനകീയമായ, ഏറ്റവും പ്രശംസ പിടിച്ചു പറ്റിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. പക്ഷേ എൻ്റെ പക്ഷം, ഞാൻ പറയുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. ലഹരി മാഫിയയുടെ വേരറുത്ത ഓപ്പറേഷൻ തൂഫാനാണ് സർ. മാഡം, പഴയ പോലീസാണ്, മാറ്റമില്ല. ആന്റി നാർക്കോട്ടിക് സെല്ല് പഴയതാണ്, മാറ്റമില്ല. പക്ഷേ മാറ്റമുണ്ട്. പഴയ ആഭ്യന്തരമന്ത്രിയല്ല ഇന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, പഴയ മുഖ്യമന്ത്രിയല്ല
ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സർ മാഡം ഒറ്റ കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമിഴ്നാട്ടിലെ കുഞ്ഞിക്കഥകൾ, തമിഴ്നാട് നിയമസഭയിലെ കുഞ്ഞിക്കഥകളുടെ കാലമാണ്. വലിയ പ്രശംസ പിടിച്ചു പറ്റിയ വലിയ ചർച്ചയായ തമിഴ്നാട്ടിലെ കുഞ്ഞിക്കഥകളെ പോലെ ഒറ്റ കുഞ്ഞിക്കഥ. ഒരു നാട്ടിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി കടൽ കാണാൻ പോയി. കടൽ കണ്ടപ്പോൾ അദ്ദേഹം തിരമാല കണ്ടു. തിരമാല കണ്ട് അദ്ദേഹം മൈക്ക് കെട്ടി ആളോട് പറഞ്ഞു, തിരമാല ബക്കറ്റിലാക്കി വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ തിരമാല ബക്കറ്റിൽ ഉണ്ടാവില്ല. വേറൊരു ഭരണാധികാരി ആ നാട്ടിൽ വന്നു. ആ ഭരണാധികാരിയും കടൽ കാണാൻ പോയി. ആ ഭരണാധികാരി കടൽ കണ്ടപ്പോൾ ഈ കടൽ എങ്ങനെയാണ് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ സാധിക്കുക എന്ന് അദ്ദേഹം ചിന്തിച്ചു. തുറമുഖങ്ങൾ എങ്ങനെ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം പഠിച്ചു. എന്നിട്ടൊരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിക്ക് മിഷൻ സമുദ്ര എന്ന് പേരിട്ടു. അങ്ങനെ ജനകീയമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഈ ധനാഭ്യർത്ഥന ചർച്ചയെ ഞാൻ പൂർണ്ണമായി അഭിമാനത്തോടെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.